അടുത്ത സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിനായുള്ള മിനി താരലേലം അരങ്ങേറാൻ ഇനി ദിവസങ്ങൾ മാത്രം. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ താര കൈമാറ്റമേള അടുത്ത ചൊവ്വാഴ്ച UAE തലസ്ഥാനമായ അബുദാബിയിലാണ് നടക്കുന്നത്. ഒറ്റ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ലേലത്തിലാകെ 350 കളിക്കാർ ഭാഗ്യം പരീക്ഷിക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും IPL 10 ഫ്രാഞ്ചൈസികൾക്കും കൂടി പരമാവധി 77 കളിക്കാരെ മാത്രമേ ടീമുകളിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഭൂരിഭാഗം താരങ്ങൾക്കും ലേലത്തിൽ നിരാശപ്പെടേണ്ടി വരുമെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ യുവ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ മുതൽ ഇന്ത്യയുടെ യുവ സ്പിന്നർ രവി ബിഷ്ണോയ് വരെയുള്ളവർ ലേലത്തിന്റെ പൂളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പല സൂപ്പർ താരങ്ങൾക്കും ഈ വർഷം അൺസോൾഡായി മടങ്ങേണ്ടി വന്നേക്കാം. ടീമുകളുടെ നിലവിലെ ആവശ്യകതകൾ, കളിക്കാരുടെ സമീപകാല പ്രകടനം, ലഭ്യത, പ്രായം, അടിസ്ഥാന വില എന്നിവയെല്ലാം പരിഗണിക്കുമ്പോൾ വലിയ വില പ്രതീക്ഷിക്കുന്ന ചില പ്രമുഖർ പോലും വാങ്ങാനാളില്ലാതെ പോയേക്കാം. ഈ മിനി താരലേലത്തിൽ ഫ്രാഞ്ചൈസികൾ അവഗണിക്കാൻ സാധ്യതയുള്ള 5 പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സ്റ്റാർ ബാറ്ററും മുൻ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സ്റ്റീവ് സ്മിത്ത് ആണ് ഈ ലേലത്തിൽ അൺസോൾഡായി മാറിയേക്കാൻ സാധ്യതയുള്ള പ്രധാനി. IPL ലേലത്തിൽ 2 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഫ്രാഞ്ചൈസിയും ഇത്രയും ഉയർന്ന തുക T20 സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത സ്മിത്തിനായി മുടക്കാൻ സാധ്യതയില്ല. സമീപകാലത്തായി T20 ക്രിക്കറ്റിൽ സ്മിത്ത് പഴയ ഫോമിലല്ല. അദ്ദേഹത്തിന്റെ പരമ്പരാഗതമായ ബാറ്റിംഗ് ശൈലി അതിവേഗം റൺസുകൾ നേടേണ്ട T20 ഫോർമാറ്റിന് അത്ര അനുയോജ്യമല്ല എന്ന വിലയിരുത്തൽ ടീം ഉടമകൾക്കിടയിൽ ശക്തമാണ്. 2021 റോയൽസിനൊപ്പം സ്മിത്തിനെ അവസാനമായി IPL കണ്ടത്. അതിനുശേഷം 4 സീസണുകളിലും അദ്ദേഹം അൺസോൾഡ് ആവുകയായിരുന്നു. ഈ വർഷവും ഈ അവസ്ഥ ആവർത്തിക്കാനാണ് സാധ്യത. നിലവിൽ ടീമുകൾക്ക് വേണ്ടത് യുവത്വവും ഫിനിഷിംഗ് മികവുള്ള കളിക്കാരെയുമാണ്. 360 ഡിഗ്രി ഷോട്ടുകൾ കളിക്കുന്ന താരങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് ക്ലാസിക് ബാറ്റിംഗ് ശൈലിയുള്ള സ്മിത്തിനെ പോലെയുള്ളവർക്ക് IPL പോലുള്ള ലീഗുകളിൽ ഇടം കിട്ടുക എന്നത് പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ ഉയർന്ന അടിസ്ഥാന വിലയും ഫ്രാഞ്ചൈസികളെ പിന്നോട്ട് വലിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ റെഡ് ബോർഡ് ഫോർമാറ്റിൽ റൺവേട്ടിൽ മുന്നിട്ട് നിൽക്കുന്ന താരമാണ് സർഫറാസ് ഖാൻ. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് പ്ലെയർ പദവിയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ തകർപ്പൻ റെക്കോർഡുകളും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ മികവ് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ, പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇതാണ് ലേലത്തിൽ സർഫറാസിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള പ്രധാന ഘടകം. നേരത്തെ IPL അവസരം ലഭിച്ചപ്പോഴും സർഫറാസിന്റെ പ്രകടനം പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയർന്നിട്ടില്ല. ഇതിനകം കളിച്ച 40 IPL മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല. വെറും 441 റൺസാണ് 28 വയസ്സുകാരനായ സർഫറാസ് നേടിയത്. താരതമ്യേന മോശം സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. നിലവിലെ IPL ടീമുകൾ മധ്യനിരയിൽ അതിവേഗം റൺസുകൾ നേടാൻ കഴിവുള്ള ഡൈനാമിക് ബാറ്റർമാരെയാണ് അന്വേഷിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ ഇടം നേടാൻ സഹായിച്ചെങ്കിലും IPL ഫ്രാഞ്ചൈസികൾക്ക് T20 റെക്കോർഡ് മാത്രമാണ് മാനദണ്ഡം. ഈ സാഹചര്യത്തിൽ സർഫറാസിനെ ഒരു ടീമും വാങ്ങാൻ സാധ്യതയില്ല. ഓസ്ട്രേലിയയുടെ വിക്കറ്റ് കീപ്പറും അഗ്രസീവ് ബാറ്ററുമാണ് ജോഷ് ഇംഗ്ലിസ്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനായി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് ഇംഗ്ലിഷ്. എന്നിട്ടും സീസണിനു ശേഷം അദ്ദേഹത്തെ പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്യുകയായിരുന്നു. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ലേല സാധ്യതകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇംഗ്ലിഷ് അൺസോൾഡ് ആകാനുള്ള മറ്റൊരു പ്രധാന കാരണം വരാനിരിക്കുന്ന സീസണിൽ അദ്ദേഹത്തിന്റെ സേവനം ടീമുകൾക്ക് വെറും 4 മത്സരങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതാണ്. IPL പ്ലേ ഓഫ് ഘട്ടത്തിൽ ടീമിന്റെ കൂടെ ഉണ്ടാകില്ല. ഒരു സീസണിൽ ഭൂരിഭാഗം മത്സരങ്ങൾക്കും ലഭ്യമല്ലാത്തൊരു വിദേശ താരത്തിനായി വലിയ തുക മുടക്കാൻ ഒരു ഫ്രാഞ്ചൈസികളും തയ്യാറാകില്ല. ബാക്കിയുള്ള വിദേശ സ്ലോട്ടുകൾ ഫുൾ ടൈം ലഭ്യതയുള്ള താരങ്ങളെ കൊണ്ട് നികത്താനാണ് ടീമുകൾ ശ്രമിക്കുകയും ചെയ്യുക. ഈ കാരണത്താൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ ഇംഗ്ലീഷ് അൺസോൾഡായി മടങ്ങിയേക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ ഓപ്പണറും ന്യൂസിലാൻഡിന്റെ ഇടം കൈയ്യൻ ബാറ്ററുമാണ് ഡെവോൺ കോൺവേ. അടുത്തിടെയായി T20 ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമാണ്. സമീപകാലത്തെ ഈ ഫോം നഷ്ടം അദ്ദേഹത്തിന് ലേലത്തിൽ തിരിച്ചടിയായി മാറിയേക്കാം. കഴിഞ്ഞ സീസണിന് ശേഷം CSK കോൺവേയെ റിലീസ് ചെയ്യാനുള്ള പ്രധാന കാരണവും ഇതാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനത്തിൽ വന്ന ഇടിവ് മാത്രമല്ല, തുടർച്ചയായി അദ്ദേഹത്തെ അലട്ടുന്ന പരിക്കുകളും ലേലത്തിൽ അദ്ദേഹത്തെ വാങ്ങുന്നതിൽ നിന്ന് ഫ്രാഞ്ചൈസികളെ പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു ടീമിന് വേണ്ടി ഓപ്പണിംഗിൽ സ്ഥിരത നൽകാൻ കഴിവുള്ള താരമായിരുന്നു കോൺവേ. എന്നാൽ നിലവിലെ പരിക്കും ഫോമില്ലായ്മയും അദ്ദേഹത്തിന്റെ കരിയറിനെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. CSK പോലുള്ള ടീമുകൾ റിലീസ് ചെയ്ത സ്ഥിതിക്ക് മറ്റ് ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിൽ താല്പര്യം കാണിക്കാൻ ഇടയില്ല. അടിസ്ഥാന വിലയും ഇവിടെ പ്രതികൂല ഘടകമായിരിക്കും. അടുത്തതായിട്ട് ശ്രീലങ്കയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ
വനിന്ദു ഹസരംഗയാണ് ലേലത്തിൽ തഴയപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രമുഖ താരം. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ കൂടാരത്തിലായിരുന്നു അദ്ദേഹം. മെഗാലേലത്തിൽ വലിയ തുക മുടക്കിയാണ് റോയൽസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. എന്നാൽ മുൻ ലോക 1-ാം നമ്പർ ഓൾറൗണ്ടർ എന്ന പദവിക്ക് ഒത്ത പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് ആ സീസണിൽ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രകടനം ടീമിന് യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിച്ചില്ല. മാത്രമല്ല, തുടർച്ചയായ പരിക്കുകൾ സമീപകാലത്ത് ഹസരംഗയുടെ കരിയറിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തെ റോയൽസ് കൈവിടാനുള്ള പ്രധാന കാരണവും. പരിക്കിന്റെ പ്രശ്നങ്ങളും കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനവും കണക്കിലെടുക്കുമ്പോൾ ഒരു വിദേശ സ്പിൻ ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് പകരമായ മറ്റ് യുവതാരങ്ങളെ ടീമുകൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റ താരങ്ങളെ ടീമുകൾ ഒഴിവാക്കുന്നത് സാധാരണമാണ്. അതിനാൽ ഒരു കാലത്ത് മാച്ച് വിന്നറായിരുന്ന ഹസരംഗ ഈ വർഷം അൺസോൾഡ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ IPL മിനി താരലേലം വിപണിയുടെ കണിശത എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വേദിയാകും. താരങ്ങളുടെ പഴയ പ്രശസ്തിയേക്കാൾ നിലവിലെ ഫോം, T20യിലെ പ്രസക്തി, ലഭ്യമായ മത്സരങ്ങൾ, അടിസ്ഥാന വില എന്നിവയെല്ലാം ടീമുകൾക്ക് നിർണായകമാകും. വലിയ പേരുകളുള്ള കളിക്കാർക്ക് പോലും ലേലത്തിൽ വിൽക്കപ്പെടാതെ പോകേണ്ടി വരുമെന്ന അവസ്ഥയും ഉണ്ടാകാം. അബുദാബിയിലെ ഈ വിപണിയിൽ ആരൊക്കെയാണ് സ്വന്തമാക്കപ്പെടുക, ആരൊക്കെ പുറത്തു നിൽക്കേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം.